ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മട്ടൻ എല്ലുകറിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മട്ടൻ്റെ എല്ല് മാത്രമായിട്ടാണ്. ഇതുപോലുള്ള കുഴൽ രൂപത്തിലുള്ള എല്ലിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാള മുറിച്ചിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്താണ് പച്ച നിറത്തിലിരിക്കുന്നതെന്ന് വെച്ചാൽ പച്ചമുളക് അരച്ച അതേ ജാറിലിട്ട് അരച്ചത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പച്ചമുളക് അരച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് കുക്കറിന്റെ അടുപ്പിട്ട് കൊടുത്ത് 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ ടൈം നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലുള്ളൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകവും ചെറിയ ജീരകവും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നന്നായി വഴറ്റിയെടുക്കണം. പിന്നീട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. ഇതുപോലെ വലിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി മൂടിക്കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിലെ തക്കാളിയും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വരട്ടെ. അതുവരെ ലോ ഫ്ലെയിമിലാക്കി മൂടിക്കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. ഉരുളക്കിഴങ്ങും തക്കാളിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടിക്കൊടുത്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ മട്ടൻ്റെ എല്ലൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ്റെ എല്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഇതാ മട്ടനിലും മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു രൂപത്തിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് വറ്റിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് എല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മട്ടൻ്റെ എല്ലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.